നമസ്കാരം. വാലന്ത്ര വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് ആമേട ക്ഷേത്രത്തിലാണ്. എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിൽ നിന്നും 7.5 കിലോമീറ്റർ തെക്കുമാറി നടക്കാവ് എന്ന സ്ഥലത്തെത്തി അവിടെ നിന്നും 1 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി വേമ്പനാട് കായൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഈ ആമേട ക്ഷേത്രം അഥവാ ആമേടക്കാവ്. സർപ്പാരാധനയാണ് ഇവിടെ പ്രധാനമായുമുള്ളത്. എന്നാൽ പ്രധാന ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് സപ്തമാതൃക്കളെയാണ്. പരശുരാമൻ ഇതുവഴി യാത്ര ചെയ്തപ്പോൾ സന്ധ്യാവന്ദനത്തിന് ഈ കായൽ തീരത്തിറങ്ങിയെന്നും അപ്പോൾ ഒരു പ്രത്യേക ദിവ്യ തേജസ് കണ്ട് അത് സപ്തമാതൃക്കളാണ് എന്ന് തിരിച്ചറിഞ്ഞ് സപ്തമാതൃക്കൾ ആമയുടെ പുറത്താണ് എഴുന്നള്ളിയത്. പരശുരാമൻ വന്നപ്പോൾ ആ ജലം വഴിമാറിക്കൊടുത്തുവെന്നും ആമ നിന്നുപോയി എന്നുമാണ്. അങ്ങനെ ആമ ഇരുന്ന സ്ഥലം ആമേട എന്ന് അറിയപ്പെടുന്നു. ഇവിടുത്തെ പ്രധാനമായ ഒരു വഴിപാടാണ് ഉള്ളുവൻ പാട്ട് അഥവാ സർപ്പപ്പാട്ട്. അതാണ് നമ്മൾ ഈ കാണുന്നത്. ഓരോരുത്തരുടെയും പേരും നാളും ചൊല്ലി സർപ്പപ്രീതിക്കായി പ്രാർത്ഥിക്കുന്നതാണ് ഈ പാട്ടിലെ ഇതിവൃത്തം. ആമ ഇരുന്ന സ്ഥലം ആമേട, ഇതാണ് ഇവിടെ അറിയപ്പെടുന്നത്. വിശാലമായ ക്ഷേത്രവും പരിസരവുമാണ്. ഇത് ആൽത്തറയും അവിടെ ആൽത്തറയിലുള്ള സർപ്പവും. ഇത് ഗോശാലയാണ്. ഈ ഗോശാലയിൽ നിന്നുള്ള ശുദ്ധമായ പാലാണ് ഈ ക്ഷേത്രത്തിലെ പൂജയ്ക്കും മറ്റുമായി എടുക്കുന്നത്. മുരളീരവം കേട്ട് അങ്ങനെ ഈ ഗോക്കൾ അവിടെ വളരെ സന്തോഷത്തോടു കൂടി കഴിയുന്നു. തൊട്ടടുത്ത് തന്നെ ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട്. ഭക്തർക്ക് ഭക്ഷണം നൽകിയാണ് ക്ഷേത്രത്തിൽ നിന്നും വിടാറ്. ഇന്ന് വളരെ തിരക്ക് കുറവുള്ള ദിവസമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമുക്ക് വീഡിയോ പിടിക്കാൻ കഴിയുന്നത്. ഒന്നുകിൽ ഹാളിനുള്ളിലിരുന്ന് കഴിക്കാം, അല്ലെങ്കിൽ പുറത്ത് കഴിക്കാം. കഴിച്ചതിന് ശേഷം പാത്രം കഴുകി വെക്കുക. വീണ്ടും അവരത് കഴുകിയിട്ടാണ് നമുക്ക് ഭക്ഷണം തരുന്നത്. ഭക്തി പുരസരം എല്ലാവരും പ്രസാദം ഊട്ട് എന്നുള്ള രീതിയിലാണ് ഭക്ഷണം കഴിക്കുന്നത്. നാഗരാജാവിനെയും നാഗയക്ഷിയെയും ഒക്കെ ഇവിടെ പ്രദർശിച്ചിട്ടുണ്ട്. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമാണുള്ളത്. നൂറുംപാലും സർപ്പബലി എന്നിവയൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ആയില്യം നക്ഷത്രത്തിലാണ് കൂടുതലും സർപ്പാരാധന നടത്തുന്നത്. കന്നി, തുലാം, വൃശ്ചികം, മീനം എന്നീ മാസങ്ങളിലെ ആയില്യത്തിന് സവിശേഷത കൂടുതൽ ഉണ്ട് എന്നറിയപ്പെടുന്നു. ഇതാണ് വേമ്പനാട്ട് കായലിൻ്റെ തീരം. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്.
ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ വന്ന് ആരാധന നടത്തി സർപ്പാരാധന നടത്തി പോകാറുണ്ട്. നമസ്കാരം, നന്ദി.